സകലവും മെരുങ്ങുന്ന സകലത്തെയും മെരുക്കുന്നവനാണ് നമ്മുടെ കർത്താവായ ഈശോ മിശിഹ. ഈ ആശയത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കർത്താവിൽ പ്രിയ ദൈവജനമേ, ഏവർക്കും എൻ്റെ വിനീതമായ വന്ദനം. ഇന്ന് നമുക്ക് പ്രാർത്ഥനാപൂർവം വചനം പങ്കുവയ്ക്കുവാനും ദൈവിക ചിന്തകൾ പരിശോധിക്കുവാനും ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, അവിടുത്തെ തിരുവചനം ധ്യാനിക്കുവാനും പങ്കുവയ്ക്കപ്പെടുന്നതായ ആലോചനകളും ചിന്തകളും ശ്രവിച്ച് കൈക്കൊള്ളുവാനും ഞങ്ങളെ ഏവരെയും നീ സഹായിക്കുകയും തുണയ്ക്കുകയും ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥന കൃപയോടെ കേട്ട് കൈക്കൊണ്ട് ഉത്തരമല്ലണമേ. ആമേൻ. ഇന്ന് നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തെ വായിച്ച് അത് നൽകുന്ന ആഹ്വാനം കാതോർക്കുവാനും ഉൾക്കൊള്ളുവാനും നമുക്ക് ശ്രമിക്കാം. ആ വചനം നമ്മോട് ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അതിൽ കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരുവിൻ. ഈ ആവശ്യം അല്ലെങ്കിൽ ഈ ആഹ്വാനം യേശു തൻ്റെ ശിഷ്യന്മാരോടുമായി പങ്കുവെച്ചത് 2 പേരോടാണ്. ഈ ആഹ്വാനം കേട്ടതനുസരിച്ച് അവർ യാത്ര പോയി. ഈ ആഹ്വാനത്തോടൊപ്പം മറ്റൊരു കാര്യം കൂടി യേശു ശിഷ്യന്മാരെ ബോധിപ്പിക്കുന്നുണ്ട്. യേശു കൂട്ടിച്ചേർത്തത് ഇപ്രകാരമാണ്: അതിനെ അഴിക്കുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവിൻ എന്നും കൂടെ യേശു പറഞ്ഞതായിട്ട് ആ വേദവാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തുടർന്നുള്ള വേദഭാഗം പരിശോധിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞത് എന്ന് കാരണസഹിതം ആ വേദഭാഗം നമ്മെ ഉണർത്തിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. യേശുവിന് ദൈവാലയത്തിൽ പോകുവാൻ ഒരു മൃഗത്തെ ആവശ്യമുണ്ട്. യേശു യെരുശലേമിലേക്കുള്ള യാത്രാ വാഹനമായിട്ടാണ് ആ കഴുതക്കുട്ടിയെ അഴിച്ചു കൊണ്ടുവരുവാനായിട്ട് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. ആ കഴുതക്കുട്ടിയെക്കുറിച്ചുള്ള ഒരു സൂചന ആ വേദഭാഗം നമുക്ക് നൽകുന്നുമുണ്ട്. ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത, ആരും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത, തഴക്കമോ പരിചയമോ പരിശീലനമോ ഇല്ലാത്ത ഒരു കഴുതക്കുട്ടി എന്നാണ് ആ വാക്യത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, പഠിപ്പിക്കുന്നത്. ആ കഴുതക്കുട്ടിക്ക് സവാരി നടത്തുവാൻ തക്കവണ്ണം പരിശീലനമോ പരിപാലനമോ ലഭിക്കാത്ത, മനുഷ്യരുമായി ഇണങ്ങാത്ത, മനുഷ്യരെ പുറത്തേറ്റി വഹിച്ച് സഞ്ചരിച്ച് കൊണ്ട് യാത്ര ചെയ്യുവാൻ ശീലമില്ലാത്ത, അങ്ങനെ പരുവപ്പെടാത്തതായ, മനുഷ്യരുമായി ഇണങ്ങാത്ത മൃഗം ആയിട്ടാണ് ആ കഴുതക്കുട്ടിയെ നമ്മുടെ ആ വായനയിലൂടെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ ഒരു തരത്തിലും ജനവുമായിട്ടും ജനക്കൂട്ടവുമായിട്ടും ഒരു സമ്പർക്കവുമില്ലാത്ത, ഒരു മുൻപരിചയവുമില്ലാത്തതായ കഴുതക്കുട്ടി, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ആരെയും കൂസാത്ത, ആരെയും വഹിക്കുവാൻ അറിയാത്ത, യെരുശലേമിൻ്റെ രാജവീതിയിലൂടെ സഞ്ചരിക്കുവാൻ അഴകോ അവകാശമോ ഇല്ലാത്ത പരുക്കൻ സ്വഭാവമുള്ള ഒന്നായിരുന്നു ആ വാഹനമൃഗമായിട്ടുള്ള കഴുതക്കുട്ടി എന്നാണ് അതിലൂടെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നത്. യെരുശലേം ദേവാലയ പ്രവേശനത്തിന് യേശു തിരഞ്ഞെടുത്തത് ആ കഴുതക്കുട്ടിയെയാണെന്ന്
തിരുവചനം നമുക്ക് ദർശനം നൽകുന്നുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം 2 വാക്യം പരിശോധിക്കുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. അവിടെ കെട്ടിയിട്ടിരിക്കുന്നതായ ഒരു പെൺകഴുതയെയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. ഇവിടെയും കഴുതയുടെ കുട്ടിയെയാണ് യേശു വാഹനമാർഗമായി ഉപയോഗിച്ചത് എന്ന് വ്യക്തമായി തെളിയുന്നുണ്ട്. ഇവിടെയും നൽകുന്ന സൂചന ഈ കഴുതക്കുട്ടി ട്രെയിൻഡ് അല്ല എന്നുള്ളതാണ്. അത് തള്ളയോട് കൂടെയാണ് നിൽക്കുന്നത്. തള്ളയെ പിരിയുവാൻ തക്കവണ്ണം പരുവമോ പക്വതയോ വന്നിട്ടില്ല എന്നുള്ളതാണ് ഇത് നൽകുന്നതായ സൂചന. എൻ്റെ വാദഗതി, ആ കഴുതക്കുട്ടി മെരുങ്ങാത്തതും മെരുക്കപ്പെടാത്തതുമായ, സഞ്ചരിക്കാൻ അറിയാത്ത, ആളുകളെ വഹിച്ചു കൊണ്ടുപോകുവാൻ ഉള്ളതോ ആയിരുന്നില്ല എന്നാണ്. അങ്ങനെ പരുക്കനായ, ആ പക്വതയില്ലാത്ത കഴുതക്കുട്ടിയെയാണ് യേശു അവൻ്റെ യാത്രയ്ക്കായിട്ട് ഉപയോഗിച്ചത്. എന്നാൽ ആ പരിശീലനമില്ലാത്ത കഴുതക്കുട്ടി യേശുവിൻ്റെ ചാര എത്തിയപ്പോൾ അത് അനുസരണതയുള്ള, പക്വതയുള്ള, മെയ്വഴക്കമുള്ള, പ്രയോജനകരമായ ഒരു വാഹന മൃഗമായി മാറി എന്നുള്ളതാണ് ഏവരെയും അതിശയിപ്പിക്കുന്നതായ ഒരു വസ്തുത. യേശുവിൻ്റെ സാന്നിധ്യവും സാമീപ്യവും അതിനെ പരുവപ്പെടുത്തി. യേശുവിൻ്റെ യെരുശലേം ദേവാലയ പ്രവേശനത്തിലുള്ള ഉത്തമ വാഹന മൃഗമായി കഴുതക്കുട്ടി രൂപാന്തരപ്പെട്ടു എന്നാണ് നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയുന്നതായ വസ്തുത. കഴുതക്കുട്ടിയെ യേശു വാഹനമൃഗമായി പ്രയോജനകരമായി ഉപയോഗിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് എളുപ്പമോ നിസ്സാരവുമായ കാര്യമല്ല. ഒന്ന് ഓർത്ത് നോക്കിക്ക്, അടയിരിക്കുന്ന ഒരു കോഴിയെയും പാമ്പിനെയും നമുക്ക് അതിനെ കീഴ്പ്പെടുത്തുവാൻ സാധ്യമാണോ? കോഴിയായാലും പാമ്പായാലും നമ്മുടെ അടുത്തേക്ക് ചീറി അക്രമാസക്തമായി വരും. അപ്പോൾ നാം പേടിച്ച് ഓടുകയാണ് പതിവ്. പരിശീലനം ലഭിക്കാത്ത കാളയെ കൊണ്ട് വണ്ടി വലിപ്പിക്കുവാനോ നിലമുഴുകുവാനോ നമുക്ക് കഴിയുമോ? ഒരിക്കലും കഴിയുന്നതല്ല. ആയത് പാഴും ശൂന്യവും മാത്രമല്ല, അവരുടെ പരാക്രമത്താൽ അപകടവും ആപത്തും ഉണ്ടാകുവാനാണ് ഏറെ സാധ്യത. എന്നാൽ പരിശീലനം ലഭിച്ചതും ഇണങ്ങിയതുമായ മൃഗങ്ങൾ മനുഷ്യന് എത്രയോ പ്രയോജനകരവും ഉപകാരപ്രദവുമാണ്. എന്നാൽ മെരുങ്ങാത്തതും പ്രയോജനകരമല്ലാത്തതുമായ ഏതിനെയും മെരുക്കുന്നവനാണ് നമ്മുടെ കർത്താവായ ഈശോ മിശിഹ. ആ ഈശോയെ നമുക്ക് കാണുവാനും കേൾക്കുവാനും അവൻ്റെ സാന്നിധ്യവും സാമീപ്യവും നുകരുവാനും അനുഭവിപ്പാനും കഴിഞ്ഞാൽ എന്തും ഏതൊരുവനും മെരുങ്ങുന്നതായ, ഇണങ്ങുന്നതായ, വഴങ്ങുന്നതായ ഒരവസ്ഥ വിശേഷം അതിന് ഉണ്ടാകുന്നു. അതുപോലെ പരുവപ്പെടാത്തതായ നമ്മുടെ മക്കളും ഏതൊരു വ്യക്തിയായാലും ഇണങ്ങുകയും വഴങ്ങുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ ദുശീലങ്ങളെ ഇല്ലാതാക്കേണ്ടതിന് സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും കൊള്ളാവുന്നവരായി തീരുവാൻ, പ്രയോജനമുള്ളവരായി രൂപാന്തരപ്പെടുത്തുവാൻ യേശുവിൻ്റെ അത്ഭുതകരങ്ങളിൽ സമർപ്പിച്ച് ദൈവാനുഗ്രഹങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.